ഞാൻ ഇന്ന് പറഞ്ഞത് പ്രോട്ടീൻസിനെ കുറിച്ചാണ്. പ്രോട്ടീൻസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പെപ്റ്റൈഡുകളിൽ കുറേ പെപ്റ്റൈഡുകൾ ചേർന്ന് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു എന്താണ് ഹൈ വെയിറ്റുള്ള മോളിക്കുലർ വെയിറ്റുള്ള ഒരു സ്ട്രക്ചറാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് പെപ്റ്റൈഡുകളാണ്. അപ്പോൾ എന്താണ് ഈ പെപ്റ്റൈഡുകൾ എന്ന് നമുക്ക് അടുത്തത് നോക്കാം. ഇതിനകത്ത് വരുന്നത് പെപ്റ്റൈഡ്സ് എന്താണെന്ന്, പിന്നെ പെപ്റ്റൈഡ്സിൻ്റെ 2 സിന്തസിസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പല ആവർത്തി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ട് സി സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. ആ സിന്തസിസിൻ്റെ നെയിം എടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂസ് ലിങ്ക്ഡ് ത്രൂ അമൈഡ് ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇതെന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ്, NH2CH2COOH. ഇത് അടുത്ത അമിനോ ആസിഡാണ് NH2CH CH3COOH. റാൻഡമായിട്ട് 2 അമിനോ ആസിഡുകൾ എടുത്തേക്കുവാണ്. അപ്പോൾ ഒരു അമിനോ ആസിഡിൻ്റെ ആസിഡ് പാർട്ടിൻ്റെയും പിന്നെ മറ്റേ അമിനോ ആസിഡിൻ്റെ അമിനോ പാർട്ടിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും, ഈ H2O എലിമിനേറ്റ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന ആൾക്കാരാണ് C-ഡബിൾ-ബോണ്ടോ NH എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മുടെ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ CO-NH ബോണ്ടുള്ള CO-NH ബോണ്ട് വരുന്ന CO-NH ബോണ്ട് വരുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ പെപ്റ്റൈഡുകളെന്ന് പൊതുവെ വിളിക്കാറ്. ഇപ്പോൾ 2 അമിനോ ആസിഡ് ചേർന്നാണ് പ്രോഡക്റ്റ് നമുക്ക് പെപ്റ്റൈഡ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡൈപെപ്റ്റൈഡ് എന്നാണ് പറയുന്നത്. ഇതൊരു ഡൈപെപ്റ്റൈഡാണ്. കാരണം 2 അമിനോ ആസിഡ് ചേർന്നാണ് നമുക്ക് എന്തുണ്ടായിരിക്കുന്നത്, പെപ്റ്റൈഡ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 മോളിക്യൂൾസ് അമിനോ ആസിഡ്സ് ചേർന്നാണ് നമുക്ക് പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ട്രൈപെപ്റ്റൈഡ് എന്നും, 4 എണ്ണം വെച്ചാണെങ്കിൽ അത് ടെട്രാപെപ്റ്റൈഡ് എന്നുമാണ് നമ്മൾ പൊതുവെ പറയാറ്. ഒരു പെപ്റ്റൈഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെപ്റ്റൈഡിനകത്ത് in a peptide, amino acid that contain, ഇപ്പം ഒരു പെപ്റ്റൈഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന അമിനോ ഗ്രൂപ്പിനെയാണ് നമ്മൾ N ടെർമിനൽ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഇത് കണ്ട, ഈ പിക്ചറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് N ടെർമിനൽ റെസിഡ്യൂ, ഇതാണ് C ടെർമിനൽ റെസിഡ്യൂ. ഇത് അത്ര അത്യാവശ്യമില്ല, കാരണം ഇത്രയും ഒന്നും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് വേണ്ട. അപ്പം അത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക, ആ പെപ്റ്റൈഡ് എന്താണെന്നും പെപ്റ്റൈഡ്സ് എന്താണെന്നും എത്ര തരം പെപ്റ്റൈഡുകളുണ്ട് എന്ന് അറിഞ്ഞ് വെക്കുക. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 2 നെയിംഡ് റിയാക്ഷൻസ് വരുന്നുണ്ട് ഇതിൽ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്, സിന്തസിസ് ഓഫ് പെപ്റ്റൈഡ്. അപ്പം അത് ബെൻസോക്സി മെത്തേഡും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഷീഹാൻ മെത്തേഡുമാണ്. രണ്ടിനകത്തും സ്റ്റെപ്പുകൾ ഒന്ന് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ്. നമ്മുടെ അമിനോ ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രൊട്ടക്റ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ്? നമ്മുടെ അമിനോ ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രൊട്ടക്റ്റിംഗ് ഏജൻറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ അമിനോ ആസിഡിലുള്ള COOH ഗ്രൂപ്പില്ലേ, അതിനെ നമ്മൾ COCl ഗ്രൂപ്പായിട്ട് മാറ്റുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് COOH ഗ്രൂപ്പ് ടു COCl ഗ്രൂപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. അതാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുക. ആൻഡ് നമുക്ക് ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ടോ?
വേണ്ട. അപ്പോൾ നമ്മൾ എന്താണ്, പ്രൊട്ടക്റ്റിംഗ് ഏജൻറ്റിനെ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നു, റിഡക്ഷൻ വഴി റിമൂവ് ചെയ്യുന്നു. ഈ രണ്ട് പ്രോസസ്സിലും എന്താണ്, സെയിം സ്റ്റെപ്പുകളാണ്. റിയാക്ഷൻ്റെ എഴുതുന്ന രീതി മാത്രമേ ഉള്ളൂ നമുക്ക് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ കാർബോ ബെൻസോക്സി മെത്തേഡ് ആദ്യം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ്. ഇതാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ് ഇൻ അമിനോ ആസിഡ് ബൈ ട്രീറ്റ്മെൻറ്റ് വിത്ത് കാർബോ ബെൻസോക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഒരു കാർബോ ബെൻസോക്സി ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മുടെ അമിനോ ആസിഡിലേക്ക് എന്ത് ചെയ്യണം, അമിനോ ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മുടെ അമിനോ ഗ്രൂപ്പ് എന്താവും, പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഫർദർ റിയാക്ഷനിലേക്ക്, എന്ന് പറഞ്ഞാൽ നമ്മുടെ അമിനോ ഗ്രൂപ്പ് അവിടെ നിന്ന് പോകുകയില്ല ഫർദർ റിയാക്ഷൻ നടക്കുമ്പോൾ. അതല്ല നമ്മൾ ഇപ്പം പ്രൊട്ടക്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആ അമിനോ ഗ്രൂപ്പ് അങ്ങ് പോകും. നമുക്ക് പെപ്റ്റൈഡ് ബോണ്ടാണ് ഉണ്ടാക്കേണ്ടത്. പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് CONH വേണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനൊരു പെപ്റ്റൈഡ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊട്ടക്ഷൻ ആദ്യം കാർബോ ബെൻസോക്സി മെത്തേഡിൽ പ്രൊട്ടക്റ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് കാർബോ ബെൻസോക്സി ക്ലോറൈഡ് ആണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, C6H5 കാർബോ ബെൻസോക്സി ബെൻസൈൽ ആൽക്കഹോൾ C6H5CH2OH COCl2 ഫോസ്ജീൻ എന്നാണ് അതിനെ പറയുന്നത്, COCl2നെ. ഇത് രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയേ, ഇപ്പം C6H5CH2OH ഓക്കെ പ്ലസ് ഈ Cl2നെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്, COCl, അത് തന്നെയല്ലേ COCl2. ഇവിടെ നിന്ന് ഒരു HCl എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആരാ പിന്നെ, C6H5CHOCOCl ഒറ്റ പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കാർബോ ബെൻസോക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇനി ഈ കാർബോ ബെൻസോക്സി ക്ലോറൈഡ് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ അമിനോ ആസിഡ് ഇല്ലേ അത് വെച്ചിട്ട് കാർബോ ബെൻസോക്സി ഗ്രൂപ്പ് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പോൾ കാർബോ ബെൻസോക്സി ക്ലോറൈഡിനെ നമ്മൾ കൊടുക്കുക, NH2CH2COH, ഇതൊരു അമിനോ ആസിഡ് അല്ലേ, എന്നിട്ട് അതിൻ്റെ ഒരു Hഉം ഇവിടെ നിന്നൊരു Clഉം കൂടി HCl എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഇതെല്ലാം അതുപോലെ C6H5CH2OCONH, ഇവിടെ ഒരു N ഉണ്ട്, ഇവിടെ ഒരു H ശേഷമുണ്ട്. അപ്പോൾ NHCH2COH, അതൊരു വലിയ മോളിക്യൂളായിട്ട് നമുക്ക് കിട്ടും. HCl അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോയി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പ്രിപ്പയർ ചെയ്ത അമിനോ ആസിഡിനകത്ത് എന്തുണ്ട്, COH ഗ്രൂപ്പ് ഉണ്ട്, അസിഡിക് ഗ്രൂപ്പ് ഉണ്ട്. അതിനെ നമ്മൾ ക്ലോറൈഡായിട്ട് മാറ്റുകയാണ്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആക്ടിവേറ്റ് ചെയ്യുക, ഈ COH ഗ്രൂപ്പിനെ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു Cl വന്നിട്ട് ഈ ഒരു Hഉം ഇതിലെ ഒരു Clഉം കൂടി HCl ആയിട്ട് പോകും. ഓക്കെ, പിന്നെ ഈ ഓയ് ഓൾറെഡി ഉണ്ടായിരുന്ന SO, പിന്നെ ഇവിടുത്തെ ഓയും കൂടി SO2 ആയിട്ട് പോകും. ബാക്കി അവശേഷിക്കുന്നത് CO, ഒരു Cl. അങ്ങനെയാണ് ഈ COCl എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്. SO2 HClഉം എലിമിനേറ്റ് ചെയ്ത് പോയി. ഓക്കെ, മനസ്സിലായല്ലോ. COH ഗ്രൂപ്പിനെ COCl ആക്കി മാറ്റാൻ SOCl തയണൈൽ ക്ലോറൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡ്, മറ്റൊരു അമിനോ ആസിഡാണ് ഏത്, അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്. നമുക്ക് ഏത് അമിനോ ആസിഡ് വേണേലും എടുക്കാം, ഇന്ന അമിനോ ആസിഡ് എന്നില്ല. ഇപ്പം ഇവിടെ ഒന്ന് NH2CH, ഈ CH3 ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ R ഗ്രൂപ്പ് ഒന്ന് ഇട്ടിട്ട് റിയാക്ഷൻ അങ്ങ് എഴുതിപ്പോണം, COH. ഓക്കെ, COH. ഓക്കെ, ഇനി ഇവിടെ എന്താണ് നടക്കുന്നത്, നമ്മൾ മേലെ പറഞ്ഞ ആ COCl ഉള്ള സാധനം അതേ കൂട്ട് എടുത്തെഴുതണം. ഇതിനകത്ത് NH2C അടുത്തൊരു അമിനോ ആസിഡ് ഗ്രൂപ്പ് എടുക്കണം. എന്നിട്ട് ഇതിനകത്തുനിന്ന് HCl കളയണം.
HCl, ഇതിനകത്തുനിന്ന് HCl കളയണം. ഓക്കെ, അപ്പോൾ HCl കളയുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു H, ഇവിടെ നിന്നൊരു Cl പോയി. ബാക്കി എന്തുണ്ട്? CO ഉണ്ട്, NH ഉണ്ട്, ബാക്കി അതേ കൂട്ട് തന്നെ. അപ്പോൾ നമുക്ക് കണ്ടോ, ഒരു പെപ്റ്റൈഡ് ബോണ്ട് നമുക്കിവിടെ ഫോം ചെയ്തു. നമുക്ക് വേണ്ട സാധനം നമുക്ക് കിട്ടി തുടങ്ങി. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞായിരുന്നു, പിന്നെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല. പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് വെച്ചത് എന്തിനായിരുന്നു? നമ്മൾ ഈ അമിനോ ഗ്രൂപ്പിനെ സംരക്ഷിക്കാനായിട്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് നമ്മൾ കൊടുത്തത്. ഇനി ഈ പാർട്ട്, അപ്പോൾ നമ്മുടെ ഈ പാർട്ട് മൊത്തം പ്രൊട്ടക്റ്റിംഗ് ഏജൻറ്റിൻ്റെ അല്ലേ, അത് മൊത്തം പോകണം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ സാധനത്തെ മേലെ കിട്ടിയ പ്രോഡക്റ്റിനെ എന്തായിരിക്കുകയാണ്? റിഡക്ഷൻ ചെയ്യിപ്പിക്കുകയാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ബോണ്ട് ഇവിടെ നിന്ന് ആദ്യം മുറിയും, പിന്നെ ഇവിടെ നിന്നും മുറിയും. അങ്ങനെ ബ്രേക്കേജ് സംഭവിക്കും. ഒന്നുകൂടി കാണിക്കാം. ഇവിടെ നിന്നും മുറിയും, ഇവിടെ നിന്നും മുറിയും. ഓക്കെ, അപ്പം ഇവിടോട്ടൊരു H വരും, ഇത് CO2 ആയിട്ട് പോവും, ഇവിടോട്ടൊരു H വരും. അതാണ് C6H5CH3 എന്ന് പറഞ്ഞ് ഇവിടെ വന്നത്. ഓക്കെ, ഇവിടെ CH2 ആണ്. ഓക്കെ, ഇവിടെ CH2 ആണ്. അപ്പം ഒരു H കൂടി ആഡ് ചെയ്യുമ്പോൾ CH3 വരും. പിന്നെ ഇത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പോകും. ഇത് കണ്ടോ, ഇതിനകത്തൊരു H ഇവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ NH2 CH2 CONH CH3 COOH, നമുക്കൊരു പെപ്റ്റൈഡ് അവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പെപ്റ്റൈഡ് നമുക്ക് വേണ്ടത് ഇത് തന്നെയല്ലായിരുന്നോ? ഓക്കെ, നമുക്ക് അവിടെ ഒരു പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കാർബോബെൻസോക്സി മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വർഷത്തെ സെക്ഷനിൽ ചോദിച്ച മെത്തേഡാണ്. എക്സ്പ്ലെയിൻ കാർബോബെൻസോക്സി മെത്തേഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ആ സ്റ്റെപ്പുകളുടെ പേരും ഈ ഒരു റിയാക്ഷൻ എഴുതി വെക്കുന്നതിന് നല്ല മാർക്ക് കിട്ടും. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് കൂട്ട് തന്നെയാണ്. സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്, പ്രൊട്ടക്റ്റിംഗ് ഏജൻറ്റ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ അമിനോ ആസിഡും ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിനകത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും കൂടി നോക്കാം. ഷീഹാൻ മെത്തേഡാണത്. ഷീഹാൻ മെത്തേഡിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ്. ഓക്കെ, നമ്മളൊരു അമിനോ ആസിഡ് എടുത്തു. ഓക്കെ, NH2 CHR COOH എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് എടുത്തു. ഈ എന്താണ്, നിങ്ങൾ റിയാക്ഷൻ എഴുതുമ്പോൾ NH2 COOH എന്തായാലും ഇപ്പുറം കൊടുക്കണം. അതാണ് ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ദെൻ നടുക്കൊരു കാർബണും അതിനൊരു ഹൈഡ്രജനും പിന്നെ ഒരു R ഗ്രൂപ്പും ജനറലൈസ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഇതിനകത്ത് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്ന താലിക് അൺഹൈഡ്രൈഡും ഈ അമിനോ ആസിഡും കൂടി റിയാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊട്ടക്റ്റിംഗ് ഏജൻ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ താലിക് അൺഹൈഡ്രൈഡ് ആണ് ഇത്. ആ സ്ട്രക്ചർ പഠിച്ചു വെക്കണം. ബെൻസീൻ റിങ് 2 CO വരും, 2 C ഡബിൾ ബോണ്ടോ. താലിക് അൺഹൈഡ്രൈഡ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇവിടെ ഡബിൾ ബോണ്ടോ, മേളിലും ഡബിൾ ബോണ്ടോ. അതാണ് ഈ CO എന്ന് ഉദ്ദേശിക്കുന്നത്. ഡബിൾ ബോണ്ടാണ് കേട്ടോ. ആൻഡ് ഒരു അമിനോ ആസിഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുകയാണ്? റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നൊരു വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ N എന്ന് പറയുന്നത് ഈ റിങ്ങിലോട്ട് അറ്റാച്ച്ഡ് ആവും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ബാക്കി ഒന്നിനൊരു വ്യത്യാസമില്ല. ഈ നൈട്രജൻ ഓക്സിജന് പകരം അവിടെ കയറിയിരുന്നു. എങ്ങനെ കയറിയിരുന്നു? വാട്ടർ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്ത് പോയി. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് COOH ഗ്രൂപ്പ് ടു COCl ഗ്രൂപ്പ്. അത് പറഞ്ഞിരുന്നല്ലോ. അടുത്തത് COH ഗ്രൂപ്പ് എന്താക്കണം? നമ്മൾ COCl ഗ്രൂപ്പ് ആക്കണം. അപ്പോൾ അതിന് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന PCl5 ആണ്. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന റിയേജൻറ്റ് PCl5 ആണ്. ഇതിൽ നിന്നൊരു Cl എന്ത് ചെയ്യും? ഇങ്ങോട്ട് കയറും. HCl ആയിട്ട് പോകും. പിന്നെ POCl3 ആണ് ബാക്കി വരുന്നത്. എന്ന് പറഞ്ഞാൽ 5 Cl ഉണ്ട്. ഒരു Cl ഇതിൻ്റെ കൂടെ കയറി
ഓക്കെ 3 CL POCl3യുടെ കൂടെ കയറി ആൻഡ് 1 CL HClൻ്റെ കൂടെ കയറി. അപ്പം 5 CL ടോട്ടൽ അവിടെ ആയി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു വ്യത്യാസമില്ല. ഈ COOH ഈ ബൈ പ്രോഡക്ട്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, മെയിൻ പ്രൊഡക്റ്റ് എഴുതിയാൽ മതി. OH മാറിയിട്ട് അവിടെ എന്ത് വരുന്നു? CL വരുന്നു. അതേ ഉള്ള വ്യത്യാസം. ഇനിയെന്ന് പറഞ്ഞാൽ എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുക. പെപ്റ്റൈഡ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നത്? നമ്മൾ വേറൊരു അമിനോ ആസിഡ്, ഇത് കണ്ടോ, വേറൊരു അമിനോ ആസിഡ് എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ, ജനറലൈസ് ചെയ്താണ് അവർ എഴുതിയത്, NH2CHR'. ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് എഴുതാം. ജസ്റ്റ് സ്റ്റെപ്പുകളൊന്ന് ഓർത്തിരുന്നാൽ മതി, റിയാക്ഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആദ്യം അമിനോ ആസിഡിൻ്റെ പ്രൊട്ടക്ഷനാണ്, പിന്നെയെന്ന് പറഞ്ഞാൽ COHനെ COCl ആക്കുകയാണ്, പിന്നെയെന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ടാണ്. പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ വേറൊരു അമിനോ ആസിഡ് എടുക്കണം, അതിനകത്തുനിന്ന് HCl എലിമിനേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പം നമുക്ക് CONH ബോണ്ട് കിട്ടും. അതാണ് നമ്മുടെ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് എന്താണ്? നമുക്ക് എന്ത് വേണ്ട? പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് നമുക്ക് വേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗം ആണ് എന്ത് വരുന്നത്? പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പായിട്ട് നമുക്ക് വരുന്നത് അല്ലേ? നോക്കി, ഈ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ പ്രൊട്ടക്റ്റിംഗ് ഏജൻറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പിനെ കളയുന്നു. എങ്ങനെ നോക്കാം. ഇവിടെ NH2ഉം HClഉം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ NH2 4 ഹൈഡ്രജനും ഉണ്ട്, 2 നൈട്രജനും ഉണ്ട്. ഇവിടെ നിന്ന് ബോണ്ട് ബ്രേക്ക് ആവും, എന്നിട്ട് ഇവിടെ 2 ഹൈഡ്രജൻ കയറും. അതാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 4 ഹൈഡ്രജനകത്ത് 2 എണ്ണം കയറി. ഇനി 2 ഹൈഡ്രജൻ ഉണ്ട്, 2 നൈട്രജൻ ഉണ്ട്. ആ NH ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ കയറി ഇരിക്കുന്നു. അപ്പം നമുക്ക് ഈ ബൈ പ്രോഡക്റ്റ് വേണ്ട. ഈ ഡൈപെപ്റ്റൈഡ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഇതാണ് മെയിൻ പ്രോഡക്റ്റ്. ഇത് എഴുതിയാലും മതി, ഇത് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ പെപ്റ്റൈഡ്സിൻ്റെ സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെപ്റ്റൈഡ്സ് എന്താണെന്നും പെപ്റ്റൈഡ്സിൻ്റെ 2 സിന്തസിസും ഏതെങ്കിലും ഒരു പേപ്പറിൽ നിങ്ങൾക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതപ്പോൾ കറക്റ്റായിട്ട് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. എൻ്റെ കൂടെ അല്ലാതെ തന്നെ റെഫർ ചെയ്യുക. നിങ്ങൾ ഒന്ന് റെഫർ ചെയ്തേക്കണേ.